കണ്ടോ? ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇനി അങ്ങോട്ട് നിറയെ കല്യാണങ്ങളുടെ ഒരു മാസമാണല്ലേ. അതായത് നിറയെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് അതിനനുസരിച്ച് പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കാണിക്കാൻ പോണത്. അതായത് നമുക്കിനി ഏത് ഒക്കേഷൻ വരികയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനും നല്ലൊരു സ്കിൻ വൈറ്റനിങ് ആണ് കേട്ടോ. മാത്രമല്ല, നമുക്ക് ടാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും വേണ്ടി പറ്റിയ നല്ല അടിപൊളി ഒരു പാക്ക് നമുക്ക് കണ്ടിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങൾ ബ്രൈഡ് ആണെങ്കിൽ, നിങ്ങളുടെ മാരേജ് ആണ് വരുന്നതെങ്കിലും, നിങ്ങൾക്ക് ഇതൊരു കുറഞ്ഞതൊരു 2 months കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പാക്കിനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഇവിടെ ഒരു 2 സ്പൂൺ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നും ഈ ഇതിലിടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല സ്കിന്നിന് വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 2 സ്പൂൺ ചെറുപയറുണ്ടല്ലോ, പച്ചക്കളറിലെ പയറിടുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതാണ് റാഗിയാണ് കേട്ടോ. റാഗിയുടെ പൗഡറല്ല, റാഗി തന്നെ ചേർക്കണം. അതും 2 സ്പൂൺ ചേർക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരി നമ്മൾ സെയിം 2 ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് കഴുകുക. നല്ല രീതിയിൽ 1-2 വെള്ളത്തിൽ കഴുകണം കേട്ടോ. പിന്നെ ആ നെകയ്ക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുതിർക്കാൻ വെക്കണം കേട്ടോ. അതായത് നമ്മൾ ഇട്ടേക്കുന്ന സാധനത്തിൻ്റെ കുറച്ച് മണ്ടയിലായിരിക്കണം വെള്ളം നിൽക്കേണ്ടത്. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ ഉലുവയാണ് ചേർത്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ അടദോശയ്ക്കാണത് തോന്നും. അടദോശ അല്ല കേട്ടോ. ഇങ്ങനെയാണ് ഈ സംഭവം വേണ്ടത്. ഇതെല്ലാം സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് കേട്ടോ. ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ രീതിയിൽ നമുക്കിങ്ങനെ പാലൊക്കെ ഇങ്ങനെ കുടിച്ച് കുതിർന്നിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം. ചെറിയ ജാറിലിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. പാൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചെടുത്ത് അരച്ചാൽ മതി. ഇത് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുഖത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാവേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുമ്പോഴായിരിക്കും. കാരണം എനിക്ക് കഴുകാനായിട്ട് എളുപ്പം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ദേ ഇവിടെ റെഡിയാണ്. ഇതാണ് സംഭവം. ഇത് നമുക്ക് ബോഡിയിലും യൂസ് ചെയ്യാം. ബോഡിയിൽ ടാനൊക്കെ ഉണ്ടെങ്കിലും മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ മുഖത്ത് മാത്രമാണ് ഇടുന്നത്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ബോഡിയിൽ പാക്കുകളൊന്നും തന്നെ യൂസ് ചെയ്യാറില്ല. ഞാൻ ബോഡി ലോഷനും സോപ്പും ഒക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ പാക്കായിട്ട് അങ്ങനെ ബോഡിയിൽ അധികം ഇടാറില്ല കേട്ടോ. ഞാൻ മുഖത്താണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ. അല്ലാതെ വേറെ ബോഡിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കൊന്നും റെഡിയാക്കി ചെയ്യാറില്ല. അപ്പോൾ ഓക്കെ, നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇത് നമുക്കൊരു ഒരാഴ്ചത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇടാം മുഖത്ത്. പിന്നെ ഇപ്പം പാലിൻ്റെ അളവ് നിങ്ങൾ കൂടിപ്പോയി എന്ന് വെച്ചോ, ഇത് കുതിർത്ത് വെക്കുമ്പം കൂടരുത് കേട്ടോ. ആ ഒരു കറക്റ്റ് ലെവലിലാണ് പാല് നിൽക്കേണ്ടത്. എങ്ങാനും കൂടിപ്പോയാൽ കുറച്ച് കളഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക, ഇല്ലെങ്കിൽ ഭയങ്കര അങ്ങ് ലൂസായി പോകും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഇതിപ്പോൾ ഇച്ചിരി കട്ടിയാവും. ചിലപ്പോൾ നാളെയൊക്കെ എടുക്കുമ്പോൾ ഇത്തിരി കട്ടിയാവുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ പാലെടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂത്തിടാവേ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, പാലിന് പകരം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമോ എന്ന്. പാലിന് പകരം വേറെ എന്ത് യൂസ് ചെയ്താലും ഈ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. ഞാനിതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ പാലിലാണ്. പിന്നെ മുഖത്ത് പിമ്പിൾ ഉണ്ടെങ്കിൽ ഇത് ഇടരുത് കേട്ടോ. പാലും ഈ സംഭവമൊക്കെ പിമ്പിളിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആക്കും. എൻ്റെ മുഖത്ത് പിമ്പിൾസൊക്കെ മാറി. ഇപ്പോൾ പിമ്പിൾ വന്നാൽ കുറച്ച് പാടും കൂടെ പോകാനുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഇടാം കേട്ടോ. അപ്പം പിമ്പിൾസ് ഉണ്ടെങ്കിൽ 1-2 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിറയെ പിമ്പിൾസ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ പാക്ക് യൂസ് ചെയ്യരുത്. ഞാൻ ഈ പിമ്പിളിൻ്റെ കാര്യം ഓരോ പാക്ക് ഞാൻ ചെയ്യുമ്പോഴും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ വീഡിയോ കൂടുതലും കാണുന്നത് പിമ്പിൾ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പിമ്പിൾ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ മുഖത്തിടരുത്. കണ്ണിന് ചുറ്റും പോവരുത്. കാരണം ഇത് ഉണങ്ങുമ്പം ഒരു മാസ്ക് പോലെയാണ്, ഭയങ്കര ടൈറ്റനിങ് മാസ്ക് പോലെയാണ്. കണ്ണിന് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ.
ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും സ്കിന്ന് ബ്രൈറ്റ് ആവാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. റാഗിയൊക്കെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് കിടിലാണ് കേട്ടോ. നമ്മുടെ ഈ അറബി ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അവരുടെ ഒരു സ്കിൻ കെയറിൽ സീക്രറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ റാഗി എന്ന് പറയുന്നത്. റാഗിയിൽ പാല് വെച്ചിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ് സ്കിൻ വൈറ്റനിങ്ങിന്. അപ്പം ഞാൻ ഇതെന്തായാലും ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് മുഖത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല കട്ടിക്കാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നിങ്ങളും കട്ടിക്ക് തന്നെ ഇടുക. പിന്നെ എന്തൊരു പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും അത് കഴുത്തിലും കൂടെ യൂസ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് ഇരിക്കുവേ. അപ്പോൾ ഇതിന് ഉണങ്ങാനായിട്ട് ഒരു അരമണിക്കൂറോളം ടൈം എടുക്കും, കാരണം നല്ല കട്ടിക്ക് ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങിയിട്ട് കാണാം. ഞാൻ കൈയുടെ ഇത്രയും ഭാഗം കൂടി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം എന്താണ് നമ്മുടെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈയുടെ ഇത്രയും ഭാഗം കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഉണങ്ങിയിട്ട് കാണാവേ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, കയ്യിലും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകാവേ. കൈ ആദ്യം ഒന്ന് നനയ്ക്കട്ടെ കേട്ടോ. കൈ ഉണ്ടോ? കയ്യിലതേ മാറ്റിയതാണേ. നമുക്ക് മുഖവും കൂടെ ആദ്യം ജസ്റ്റ് ഒന്ന് വെറ്റാക്കാവേ. ഇത് ഇച്ചിരി എടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ, അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഇത് കഴുകാനായിട്ട് കേട്ടോ. മാവ് കണക്കിരിക്കുന്നുണ്ടേ. ഓക്കെ, നമ്മളിപ്പം ഒരു സൈഡ് ഒന്ന് വെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞാൽ കുറച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാജ് ചെയ്ത് നോക്കാവേ, എന്നിട്ട് എടുക്കാം. ആദ്യം നമുക്ക് മുഖത്ത് എടുക്കാം അല്ലേ, അപ്പോൾ കാണാമല്ലോ. കണ്ടോ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്, അടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാവേ. കണ്ടോ? ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ദേ കണ്ടോ, ഞാൻ ഇത്രയും ഭാഗത്താണ് കേട്ടോ ഇട്ടത്. ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ മുഖം തുടച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്, കാരണം ഉലുവയൊക്കെ ആയതുകൊണ്ടേ കുറച്ച് പാടാണ്. പക്ഷെ ഇതേ കണ്ടില്ലേ, നല്ലൊരു ഗ്ലോ ഉണ്ടോ മുഖത്ത്. ഞാൻ അടുത്ത് വെച്ചിട്ട് കാണിക്കാണ് കേട്ടോ. അതേ ആ ഒരു ഗ്ലോ ഉണ്ടോ, നല്ലതാണ് കേട്ടോ. നമ്മളിത് തുടർച്ചയായിട്ടൊരു 2 മാസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ബ്രൈറ്റ്സിനോടാണ് കേട്ടോ. നിങ്ങൾ ബ്രൈറ്റ്സ് ആണ്, നിങ്ങൾക്ക് പിമ്പിളിൻ്റെ പ്രശ്നമില്ലെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അതേ കൈ കണ്ടോ, ഞാൻ കയ്യിലായിരുന്നല്ലോ ഇത്രയും ഭാഗമായിരുന്നു ഇട്ടത്, അത്രയും കണ്ടോ. നല്ല ഒരു സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നല്ലൊരു നമുക്ക് യങ്ങറായിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടും കേട്ടോ. അതായത് ഭയങ്കര മെച്യൂർഡായിട്ട് തോന്നാത്തൊരു സ്കിൻ കിട്ടും, നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പാലിന് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാവോന്ന് ചോദിച്ചാൽ പാലാണ് ഏറ്റവും റിസൾട്ട് തരുന്നത്. നിങ്ങൾക്കിനി പിമ്പിളുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം ഇത് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് ഉലുവ റാഗിയൊക്കെ നമ്മുടെ ഈ സ്കിന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് പോകാനായിട്ട് ഇത്തിരി ഒരു പാടാണ് കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മുടെ ബോഡി ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളി റിസൾട്ടാണ്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഇതെന്താണോ ദോഷമാവാണോ എന്നൊന്നും കരുതല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും നല്ല ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ചെയ്തിട്ട് ഉള്ളൊരു ഫേസ് ബാഗാണ്. അത് അത്രയും എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത്രയും ആ ഒരു സംഭവങ്ങൾ ചേർന്ന് വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഫുള്ള് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലൊരു, എന്തായാലും നിങ്ങൾക്ക് ഒരു ഷെയ്ഡെങ്കിലും തുടർച്ച യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രൈറ്റൻ ആകും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.